ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്നില്ലേ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു മന്ത്ലി ഷോപ്പിംഗ് വ്ലോഗാണ് കേട്ടോ. മന്ത്ലി ഷോപ്പിംഗ് എന്ന് വെച്ചാൽ ഞാനൊരു എൻഡ് ഓഫ് ദ മന്ത് അല്ലെങ്കിൽ ബിഗിനിങ് ഓഫ് ദ മന്ത് ഒരു ബിഗ് ഷോപ്പിംഗ് ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ വീക്കിലി ഒരു ചെറിയ ഷോപ്പിംഗ് ചെയ്യും. അതായത് എഗ്സോ മീറ്റോ ഫിഷോ പാലോ വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ ഒക്കെ ഇടയ്ക്ക് നമുക്ക് വാങ്ങേണ്ടി വരും. അപ്പോൾ അത് മാത്രമാണ് ഞാൻ എൻ്റെ വീക്ക്ലി ഷോപ്പിങ്ങിൽ ഉൾപ്പെടുത്തുക. ആ ബിഗ് ഷോപ്പിംഗ് ചെയ്യുന്നത് മന്ത്ലിയാണ് കേട്ടോ. അപ്പോൾ അതിലാണ് ഞാൻ കൂടുതൽ സാധനം വാങ്ങുന്നത്. അപ്പോൾ ഇന്നൊരു സൺഡേ ആയിരുന്നു. നോർമലി ഞങ്ങൾ മൺഡേ ആണ് ഷോപ്പിങ്ങിന് പോകുന്നത്. അപ്പോൾ ഇന്നൊരു സൺഡേ ആയിട്ട് ഞങ്ങൾ പുറത്ത് പോകേണ്ട വേറൊരു ആവശ്യം വന്നു. അങ്ങനെ ഞങ്ങൾ വിചാരിച്ച് ഷോപ്പിംഗ് കൂടി ആയാലോ, കാര്യം നാളെ നമുക്ക് വേറൊരു പരിപാടിയുണ്ട്. സോ ഞങ്ങൾ ഇന്ന് ലുലുവിൽ പോയിരുന്നു. ലുലു നമുക്ക് അടുത്താണ്. അപ്പോൾ എല്ലാ സാധനവും കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ ലുലുവിൽ പോകാറുള്ളത്. അങ്ങനെ ഞാൻ ഇന്ന് ഒരു മാസത്തേക്കുള്ള അത്യാവശ്യ സാധനങ്ങളെല്ലാം തന്നെ കരുതിയിട്ടുണ്ടെന്ന്. അപ്പോൾ എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ളത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. എന്തൊക്കെയാണ് നിങ്ങൾ വയ്ക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ആയിരിക്കും. എന്നെ സംബന്ധിച്ച് ഇവിടെ ഒരുപാട് കുക്കിംഗ് ഒന്നും ഇപ്പോൾ ഇല്ല. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് മതിയാകും. ഈവനിങ് ടൈമിലൊക്കെ വളരെ ലൈറ്റായിട്ടുള്ള ഫുഡാണ് എൻ്റെ ഹസ്ബൻഡും ഞാനും കഴിക്കാറുള്ളത്. ഉച്ചയ്ക്ക് മാത്രമാണ് ഒത്തിരി ഹെവി ആയിട്ട് കഴിക്കുന്നത്. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് രണ്ടുപേരുള്ള ഒരു വീട്ടിൽ ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ഷോപ്പിംഗ് ഐറ്റംസ് നിങ്ങളെ കൂടെ കാണിച്ചു തരാൻ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. വന്നോളൂ. ഞാൻ ഇത്ര മാത്രമേ ഫ്രൂട്ട്സ് വാങ്ങിച്ചുള്ളൂ ഈ ആഴ്ച. കാര്യം ലുലു ഭയങ്കര തിരക്കായിരുന്നു. ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലൊന്നും ആൾക്കാർക്ക് പോകാൻ പറ്റാത്ത വിധം തിരക്കായിരുന്നു. പിന്നെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ടോയ്ലറ്റ് ക്ലീനേഴ്സ്, ഡെറ്റോള്, സോപ്പ്, കോൾഗേറ്റ്, ടോയ്ലറ്റ് ടിഷ്യൂ, വാഷിംഗ് ലിക്വിഡ് മുതലായവയൊക്കെ ഞാൻ ഒരു മാസത്തേക്കുള്ളത് കരുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ സോപ്പ്. പിന്നെ നമുക്കിവിടെ വെറും സോഡ കുടിക്കുന്നത് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് കുടിക്കാറുണ്ട്. അങ്ങനെ സോഡയും കോക്കനട്ട് വാട്ടറും പാലും ഒരു നൂഡിൽസും വാങ്ങിയേട്ടാണ്. ഈ ഒരു ഫ്ലേവറിലെ നൂഡിൽസ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ട്രൈ ചെയ്യാണ്. പിന്നെ ബട്ടർ, പിന്നെ അതുപോലെ കോൺഫ്ലേക്സ്, കെലോഗ്സിൻ്റെ മസൂലി, പിന്നെ ജിഞ്ചർ, ഗാർലിക്, കടുക്, ജീരകം, ഉലുവ അങ്ങനെയൊക്കെ ഉള്ളതും, പിന്നെ കുറച്ച് സ്നാക്സ് ഒക്കെ ഞങ്ങളിപ്പോൾ ഒരുപാട് കുറച്ചിട്ടുണ്ട്. സ്നാക്കിങ് സ്വഭാവം കുറച്ച് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ചോക്ലേറ്റ്സുകളൊക്കെ ഒരുപാട് കുറച്ചു. പിന്നെ ഷുഗറിന് പകരം ഞാൻ കോക്കനട്ട് ഷുഗറാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതുപോലെ പാലിലിട്ട് കുടിക്കാനുള്ളത് 2 കവറ് നാൻ ബ്രെഡ് മുതലായൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അരി, തേങ്ങ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, ഉള്ളി, ഉരുളൻകിഴങ്ങ്, പച്ചക്കറി എല്ലാം ഞാൻ വേറെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഈ മാസത്തെ ഷോപ്പിംഗ് ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെടുത്തിയത്. ഇത് ആക്ച്വലി 2 പേരുള്ള ഒരു ഫാമിലിക്ക് ധാരാളം മതിയാവും കേട്ടോ. കാര്യം ഞങ്ങൾ 2 പേരേ ഉള്ളൂ. ഇവിടെ ഏറ്റവും കൂടുതൽ യൂസ് ആവുന്നത് ക്ലീനിങ് പ്രൊഡക്ട്സ് ആണ് കേട്ടോ. അത് ഒരു അത്യാവശ്യമാണ് ഒരു വീട്ടിൽ. ഒരുപാട് ചിലവാകും. അപ്പോൾ ലാസ്റ്റ് മന്തിൽ വാങ്ങിച്ചത് തന്നെ എനിക്ക് 1, 2 ഒക്കെ ബാക്കി കാണും. അതുകൊണ്ട് ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ആകുമ്പോൾ എനിക്ക് ധാരാളം സാധനങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓഫറൊക്കെ നോക്കാം കേട്ടോ. നല്ല ഓഫറൊക്കെ ഉണ്ടോയെന്നൊക്കെ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യും. എന്തൊക്കെയാണ് ഓഫറൊക്കെ ഉള്ളത്, എന്തൊക്കെയാണ് ഈ പ്രാവശ്യം ഓഫർ ഇട്ടേക്കുന്നതെന്നൊക്കെ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയും നിനക്ക് ആവശ്യമുള്ളത് എടുക്കുമെന്ന് പറയും. എന്നാലും എനിക്കത് നോക്കാതെ വരാൻ പറ്റില്ല കേട്ടോ. ഞാൻ പോയി നോക്കാറുണ്ട്. അപ്പോൾ നോക്കിയതിന് ശേഷം എനിക്ക് വേണ്ടിയ സാധനമാണ് ഓഫറിലുള്ളതെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ആ ഓഫറൊക്കെ എടുക്കാം. അപ്പം നിങ്ങൾ ഷോപ്പ് ചെയ്യാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓഫറുണ്ടോ, വില കുറച്ചിട്ടേക്കുന്നതെന്നൊക്കെ നോക്കണം. കാര്യം ഇന്നത്തെ ലിവിങ് സ്റ്റാൻഡേർഡിൽ നമുക്ക് എല്ലാ ദിവസവും ഒരുപാട് എക്സ്പെൻസ് ആണല്ലേ. എനിക്ക് തന്നെ അറിയാം, ഓരോ വീക്ക് ഷോപ്പ് ചെയ്യുമ്പോഴും ഒരുപാട് പൈസ ആകുന്നുണ്ട്. സാധനങ്ങളുടെയൊക്കെ വില ഒരുപാട് കുതിച്ചു വരുന്നു. അതുപോലെ തന്നെ 2 പേരുള്ളിടത്ത് പോലും
ഇത്രയും ചിലവ് വരുന്നെങ്കിൽ 4ഉം 6ഉം ഉള്ളവരുടെ വീട്ടിൽ എന്തുമാത്രം ചിലവുണ്ടാകുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളും ഓഫറുകൾ നോക്കുക. ഇപ്പോൾ ഞാൻ ലുലു ഷോപ്പിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യല്ല, പക്ഷേ അവിടെ ഒരുപാട് ഓഫറുണ്ടെന്ന്. ഇന്ന് ഭയങ്കര ആളായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ചില സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല, കാര്യം എനിക്ക് ഒരുപാട് സമയം ക്യൂവിൽ നിൽക്കാൻ വയ്യായിരുന്നു. പിന്നെ നമ്മൾ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് വാങ്ങിക്കും കേട്ടോ. തീർന്നു പോണ അത്യാവശ്യ സാധനങ്ങൾ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അതെല്ലാം ഇൻസ്റ്റാമാർട്ടുള്ളത് കൊണ്ട് വളരെ എളുപ്പമാണ്. എങ്ങും പോകണ്ട, അവർ തന്നെ കൊണ്ടു തരികയും ചെയ്യും. അങ്ങനെ ഇവിടെ ഒരു ഹെൽപ്പുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വ്ലോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. And see you soon. Thank you for watching and bye for now, my friends. Bye.